ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മട്ടൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് മട്ടൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തക്കാളി വേണം. അപ്പോൾ ഇതൊന്നും ഞാനൊരു അളവ് പറയുന്നില്ല, കാരണം പഴമക്കാർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു കൈക്കണക്കിന് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള പയറാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വേണ്ടി വിചാരിച്ചു. അപ്പം നമ്മൾ ഐറ്റംസ് ഒക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലോട്ടേക്ക് സവാളയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്താണ് അതിലോട്ടേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഒരു പകുതി സവാള മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ പച്ചമുളക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പം നമ്മൾ ഇതിലോട്ടേക്ക് ആദ്യം തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ മട്ടണിന് വെള്ളം ഇറങ്ങാറുണ്ട്. അപ്പം അങ്ങനെ വെള്ളം ഇറങ്ങി കഴിയുന്ന സമയത്ത് നമുക്ക് പിന്നീടാണ് നമ്മൾ ഇതിലോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മട്ടൺ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇതിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ല മൂത്ത മട്ടൺ ആണെങ്കിൽ ഇത് വെന്ത് വരാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ വെച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങളിവിടെ ആദ്യത്തെ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഇതിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുക്കറിലോട്ടേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇത് മട്ടണിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം തന്നെയാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതൊട്ടും വെന്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും കുക്കറിലോട്ടേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാന്നുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട്, അതായത് ഈ ഒരു മട്ടൺ മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കറിവേപ്പില ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഒരല്പസമയം കൂടെ ഈ ഒരു പാനിൽ വെച്ചതിന് ശേഷമാണ് കുക്കറിലോട്ടേക്ക് മാറ്റുന്നത്. ഇതേ സമയം തന്നെ മറ്റൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇതിൽ വെള്ളം ഉണ്ടാവുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് കറുവാപ്പട്ടയും അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പുവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അതിനുശേഷമാണ് ഇതിലോട്ടേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിലോട്ടേക്ക് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരു അളവ് പറഞ്ഞിട്ടല്ല ചേർത്തിട്ടുള്ളത്, ഒരു കൈക്കണക്കനുസരിച്ചിട്ട് കയ്യിലെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിത് മിക്സിയിൽ നിന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞങ്ങളിവിടെ കുക്കറിൽ വേവിച്ചതിന് ശേഷം വീണ്ടും പാനിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
പിന്നെ മട്ടൺ വരട്ടിയതിലോട്ടേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചതും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം തേങ്ങ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് വേറൊരു കറിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുമിച്ച് അരക്കാമെന്ന് വേണ്ടി വിചാരിച്ചു. അപ്പോൾ തേങ്ങ അരവും കൂടെ വേണം. നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളിൻ്റെ ആ ഒരു പേസ്റ്റും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ചേർക്കുന്നില്ല, അതും വേറൊരു കറിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. ഏകദേശം ഒരു 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് തേങ്ങേൻ്റെ അരവും കൂടെ ചേർക്കുന്നത്. ഒത്തിരി തേങ്ങ അരവായി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മട്ടൺ പൗഡറാണ്. മട്ടൺ മസാല ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതായത് ഇതിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് വറ്റി പോവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. അപ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മട്ടൺ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കുക്കറിന് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുവാണ്. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.